പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അത് ഒരു കടുക് മണിക്ക് സദൃശമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ദൈവരാജ്യം എപ്രകാരമായിട്ടുള്ളതാണെന്ന് തന്നെയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിത്ത് വിതയ്ക്കുന്നുണ്ട്. അത് മനുഷ്യ ഹൃദയങ്ങളിൽ, നമ്മുടെയും മറ്റുള്ളവരുടെയും ഹൃദയങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാകുന്നുണ്ടോ എന്നൊന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം വിത്ത് വിതച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് അവരിൽ പ്രയോജനമുണ്ടാകുന്നത്. അല്ലെങ്കിൽ പിശാച് അവരിൽ നിന്നും വചനം എടുത്തു കളയുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ, വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ചിലർ ഉറങ്ങുന്നത്. അപ്പോഴവിടെ പ്രയോജനം ഉണ്ടാകുന്നില്ല. വചനം വിതയ്ക്കപ്പെടുന്നുണ്ട്, എന്നാൽ പ്രയോജനരഹിതമായി പോകുന്നു. ചിലർ അലസതയോടുകൂടി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലർ വേറെ പല ചിന്തകളോടുകൂടി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവവചനം അതിൻ്റെതായിട്ടുള്ള പവിത്രതയിൽ നമ്മൾ പ്രസംഗിച്ച് മറ്റുള്ളവർക്കും നമ്മൾക്കും പ്രയോജനമാകുന്ന തരത്തിൽ ആകട്ടെ എന്ന് പിതാവായ ദൈവത്തെ